ഗൈസ് നോക്കൂ, അങ്ങനെ ഇന്ന് ഞങ്ങളുണ്ടല്ലോ ഒരു അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോവാണ്. അതെ, ചെറിയ പൂക്കളല്ല ഗൈസ്, ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഓണത്തിന് വീട്ടിലുണ്ടാകുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഏതാണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഓണം ആഘോഷിക്കാൻ പോണ ഓണത്തിന് വീട്ടിലുണ്ടാകുന്നത്. ഗൈസ്, ഇന്നലെ ഞങ്ങൾ കോടതിയിൽ പോയിരുന്നു. 11-ാം തീയതി പിന്നെ ഞങ്ങളുടെ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി. ടൈപ്പ് റൈറ്റർ ലീവാണ്. ഇപ്പോൾ ഈ കേസ് 19-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. ഇനി 19-ാം തീയതിയാണ് നമ്മുടെ റിപ്പോർട്ട് കിട്ടുക, അതായത് കോടതി വിധി. അതുകൊണ്ട് വേണം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങളൊരു അത്തപ്പൂക്കൾ ഇടാനുള്ള പൂ മേടിക്കാൻ വേണ്ടി ഇരട്ടിയിലേക്ക് പോവാണ്. ഓണപ്പരിപാടികൾ, ഓണത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഗൈസ് നോക്കൂ, അതായത് കണ്ണൂരും ഇരട്ടിയൊക്കെ ഓണ സംബന്ധമായ ഭയങ്കര തിരക്കുകൾ തുടങ്ങി. ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴാണ് പൂ മേടിക്കാൻ വേണ്ടി പോകേണ്ടത്. കൊച്ചിന്റെ സമയം 8:32 എൻ്റെത് 10:10. ഗൈസ് നോക്കൂ, 10 മണിക്ക് നമ്മൾ പൂ മേടിക്കാൻ വേണ്ടി നേരെ ഇരട്ടിക്ക് പോവാണ്. ഈ കാണുന്ന ഈ ഒരു വശത്താണ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വൃത്തിയാക്കി ഒരു കിടിലം പൂക്കളം അല്ലേ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് നേരെ ഇരട്ടിക്ക് പോയി പൂ മേടിച്ചിട്ട് വരാം. രാവിലെ നല്ല കിടിലം കാലാവസ്ഥ വെച്ചാൽ കിടിലം കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് മങ്ങി കേട്ടോ. ഇനിയിപ്പം നേരെ ഇവിടുന്ന് പോകുന്നു. എത്ര പൂക്കട ഉണ്ടാവും ഇവിടെ? 3 അല്ലായിരിക്കും, ചിലപ്പോൾ കൂടുതലുണ്ടാവും. മിസ്റ്റർ സുഗുണൻ, എത്ര പൂക്കട ഉണ്ടാവും? പൂക്കടയല്ല, പൂക്കട അല്ല, പൂക്കട കിട്ടുമോ? ശിവന്റെ സജഷൻ പേട്ടയ്ക്ക് പോവാന്ന് അല്ലേല് മൈസൂര്. കയറിക്കോ, മൈക്കിൾ കയറിക്കോ. 2000 രൂപ പോവും, 6000 രൂപ എണ്ണ അല്ലേ. ഗൈസ്, എന്തായാലും ഞങ്ങൾ നേരെ പോവാം. ബൈ ബൈ. എന്നാടി അടി, വീട്ടിൽ ആദ്യത്തെ അത്തപ്പൂക്കളാണോ വരുന്നത്? അല്ലല്ലോ, ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഗൈസ്, ഓണത്തിന് ആരും അങ്ങനെ വീട്ടിലുണ്ടാകാറില്ല. അതെ ഗൈസ്, ഇപ്പം ഈ സാഹചര്യം ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റഷ്യ നിൽക്കേണ്ട നമ്മളാണ്. ഇപ്പം നാട്ടിൽ നിൽക്കുന്നു. നമ്മുടെ പ്ലാനുകളെല്ലാം പാളിപ്പോയി. അല്ലായിരുന്നല്ലോ ഈ പ്രാവശ്യം ഓണത്തിന് ആരും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. എന്തായാലും നമുക്ക് നേരെ പോയി പൂ മേടിച്ച് നല്ലൊരു പൂക്കളം ഇടാം. ഒരു ഓണത്തിൻ്റെ ഓണപ്പൂക്കളം. എന്തൊരു സന്തോഷം. മൈക്കിളിനുള്ള പാൽ സംഭവങ്ങളൊക്കെ കൊണ്ട് കൊടുത്തോട്ടോ. ഗൈസ്, നമ്മൾ ഫൈനലി ഇരട്ടിയിലെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ടൗണിലേക്ക് എല്ലാം നേരത്തെ അറിയാം എങ്ങനെയാണെന്നുള്ളത്. കയറുന്ന വശത്ത് ഒരു പൂക്കടയുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ തൊട്ടടുത്തൊരു പൂക്കടയുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ പൂക്കളും ഉണ്ട്. ചുവപ്പ്, മഞ്ഞ, റോസ്, വെള്ള, വയലറ്റ് എല്ലാം മേടിക്കണ്ടേടാ. എത്ര കളർ മേടിക്കണം? എല്ലാ കളറും മേടിക്കണം. നമ്മൾ എന്തിനു വന്നൊക്കെ പൂ മേടിക്കാൻ വന്നോക്കെ. റോസ് വേണ്ട കേട്ടോ. റോസ് ചെറുതായിട്ട് റോസ് വാങ്ങിയാൽ മതി. നമുക്ക് റോസ് കുറയും. ബാക്കിയുള്ള പൂ മേടിക്കുന്നതായിരിക്കും. അല്ലടാ, ഇത് 1 2 3 പിന്നെ അതുകൂടാതെ അതാ വയലറ്റ്. ഇത് വയലറ്റ് ഇഷ്ടംപോലെ പൂക്കളാട്ടോ. മേടിക്കാടല്ലേ ഇവനെ? എത്ര കിലോ വെച്ച് മേടിക്കണം? പൂവാണോ? ഗൈസ് നോക്കൂ, ഞങ്ങൾ സ്ഥിരം പഴവർഗ്ഗങ്ങൾ മേടിക്കുന്ന കട കേട്ടോ. പുള്ളി നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് സംസാരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മേടിച്ചോണ്ടിരിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇന്നും നാളെ കഴിഞ്ഞൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈം കേട്ടോ. ഈ കാണുന്ന ചോപ്പില്ലേ, ഇത് 5, ഇത് 5. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് മേടിക്കുന്നതായിരിക്കും. ഈ വയലറ്റ് കുറച്ച് മേടിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ കുറച്ച് നീല അടപ്പുണ്ട്. ഈ നീല, പിന്നെ ഈ നീല, ഇതൊക്കെ കുറച്ച് മേടിക്കുന്നതായിരിക്കും. റോസപ്പൂ വേണം കേട്ടോ, പാല് അരച്ചു കുടിക്കാൻ വേണ്ടി. സൗന്ദര്യം. എടാ, നിനക്ക് മുഖത്ത് റോസ വേണ്ടേ? മൈക്കിളിന്റെ കൈ വിറച്ച് തരിച്ചിട്ടൊരു രക്ഷ. കയറ്റി വിട്ടാൽ ഇപ്പൊ അവൻ അടിപൊളിയാണ് അല്ലേ? കൈത്തരിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ കൈത്തരിപ്പാട്ടാ. ഒരു കളർ ഞങ്ങൾ എടുത്തു ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത കളറും കൂടെ എടുത്തു. അങ്ങനെ ഓരോ കളർ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, ഈ കടയിലുള്ള റോസാപ്പൂ ഒഴികെ ബാക്കി എല്ലാ സാധനവും മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അത്തപ്പൂക്കൾ ഇടേണ്ട പരിപാടി. ഇനി ചോക്ക് മേടിക്കണം. അത് നാട്ടിൽ ചെന്നിട്ട് മേടിച്ചാൽ മതി. ബാക്കിയൊക്കെ ഏകദേശം ആയിട്ടോ. പോയേക്കാം. ഇപ്പം തന്നെ പോയി അത്തപ്പൂക്കൾ ഇട്ടാക്കാം. ഇത് കണ്ടോ, ഈ കാണുന്ന പൂ കണ്ടോ? ഈ പൂവ് ഇതും കൂടെ 2 കിലോ മേടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ആ കളറ് അത് 2 കിലോ വാങ്ങിച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിക്കാരനാട്ടോ ഞങ്ങൾക്ക് പൈസ റേറ്റിന് മേടിച്ചത്. പൈസ റേറ്റ് അല്ല, പുള്ളിയുടെ കടയാണ് ഈ കട. അപ്പോൾ ഇവിടെയാണ് ഈ പൂക്കട നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഡിസ്കൗണ്ടിൽ പൂ മേടിച്ചു തന്നു. ഞങ്ങൾ ആ പൂ കൊണ്ട് നേരെ പോയി അത്തപ്പൂക്കൾ എടുത്ത്. ഇനി ചോക്ക് മേടിക്കണം. പിന്നെ എന്നെ മേടിക്കാനുള്ള ചോക്ക് മേടിക്കണം. ഇല്ല, നമ്മളെടുത്തില്ല. ഇത്രയും സാധനം ഞങ്ങൾ മേടിച്ചാട്ടോ. വീട്ടിൽ ഇത് എടുത്തോണ്ട് പോകണം. വേറെ ഒന്നും മേടിക്കാൻ വിട്ടുപോയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈക്കിൾ ബേബി ഞങ്ങൾ പൂവൊക്കെ നോക്കുക കേട്ടോ.
ആദ്യം മഞ്ഞ കളറുള്ള ഞങ്ങൾ പൂ വെച്ചു. അതിനുശേഷം ഓരോന്നായിട്ട് സെബിനും ലിബിനും എടുത്തോണ്ട് വരും കേട്ടോ. അത്യാവശ്യം തിരക്കായി തുടങ്ങി. വൈകുന്നേരം ഇനി ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിക്കണ്ടേ. ഇന്ന് നാളെ കഴിഞ്ഞൊക്കെ വളരെ ലാഭം. 95 രൂപ വെച്ചുള്ളൂ. ആണോ? നമുക്ക് 95 വെച്ചിട്ട് നാളെ കുറയൂടാ. ആയതുകൊണ്ട് ആണോ സെബിനെ? ആണോ? കൂടുള്ളൂ, കുറയൂല. ഇനിയും വരും. ഓണം കഴിഞ്ഞ വൈകിട്ടില്ലേ അന്ന് ചെറിയ ഇനി എന്തോ കുറവുണ്ടോ നോക്കിയേ. 1 2 3 4 5 അല്ല 1 2 3 4 5 6 7 എത്ര ഐറ്റം മേടിച്ചായിരുന്നു? 1 2 3 4 5. ഓ സന്തോഷം. മൈക്കിളിന് സന്തോഷം. മൈക്കിൾ ഭയങ്കര സന്തോഷം. എടാ വേറെ ഏതെങ്കിലും കളർ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ആണോ? അല്ല വേറെ കളർ വല്ലതും ഉണ്ടോ ഇവിടെ? പൂ മേടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒരു കിടിലൻ മനോഹരമായ ഒരു നല്ല ഒരു അത്തപ്പൂക്കൾ ഇടണം. അതിന് ചോക്കും കാര്യങ്ങളൊക്കെ ഇനി മേടിക്കാനുണ്ട്. ഏതാണ്ട് അത്തപ്പൂക്കൾ പൂ പറിക്കാൻ ഞാൻ ബെസ്റ്റാ. ഇനി വീട്ടിൽ കുറച്ച് പൂവുണ്ട്, അതും പറിക്കണം. ഏതാണ്ട് ഒരു 3800 രൂപയുടെ പൂ നമ്മൾ വാങ്ങിച്ചു. ആ പൂവാണ് നമ്മൾ ഇനി അത്തപ്പൂക്കൾ ഇടുന്നത്. ഏതാണ്ട് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് മൊത്തം അത്തപ്പൂക്കൾ ഇടും. ഉള്ളിലാണോ പുറത്താണ് ഇടുന്നത്? എങ്ങനെ? ഉള്ളിലാണോ പുറത്താണ് ഇടുന്നത്? പുറത്തല്ലേ? പുറത്തിട്ടാ ആവൂല കേട്ടോ. ഇത് വലുതാ, വട്ടം ചെറുതല്ലേ അത്? ഫൈനലി നമ്മൾ അങ്ങനെ പൂ കൊണ്ടുവന്ന് ഓരോ വശത്ത് തട്ടി. മൈക്കിൾ ഇവിടെ ഓൾറെഡി പൂ പറിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് നമുക്ക് ലൈൻ വരയ്ക്കാനുള്ള ചോക്കുകളാണ്. പല കളറിലുള്ള ചോക്കുകളുണ്ട്. ഇനിയിപ്പം 1 2 3 4 5 6 7 ടൈപ്പ് പൂവാണ് നമ്മുടെ അടുത്തുള്ളത്. 2 ടൈപ്പ് നമ്മൾ മറിച്ചു. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ മറിക്കണം. ലിപി അവിടെ പൂ ഇതിലാക്കാനുള്ള അതായത് നമ്മുടെ പത്രം ഇവിടെ ലെവലാക്കിയിട്ടാക്കും കേട്ടോ. മൈക്കിൾ അവിടെ പൂ ഏകദേശം ഉത്തരവാദിത്വം മണി അറിയാവുന്ന ഒരുത്തിനേ ഉള്ളൂ. ഈ നീലപ്പൂ ഉണ്ടല്ലോ, ഈ നീലപ്പൂ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നീലപ്പൂവാ? അയ്യോ ഇങ്ങോട്ടല്ലല്ലോ ഇടണ്ടേ, മൊത്തം മണി പാറി ഇങ്ങനെയല്ലേ ഇടണ്ടേ? ഈ സൈഡ് ഇവിടെ ഇടാം. അവിടെ ഇട്. ഇവിടെ ഇട്ടിട്ട് പിന്നെ വേറെ ഡാലിയ പൂവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീട്ടില് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അല്ലേ? ഗൈസ് നോക്കൂ, ആദ്യമായിട്ടാണ് നമ്മള് കറക്റ്റ് സമയത്തല്ലേ. ഇത് പല ടൈപ്പ് പൂവാണല്ലോ. ഡാലിയ പോലെ ആയല്ലോ, പല കളറായിരിക്കും. ഇത് പല കളറാട്ടോ. ഗൈസ് നോക്കൂ, ഇതിനിപ്പോ ഓരോന്നായിട്ട് ഇത് കണ്ടോ. അവിടെ ഒരാളമ്മ അവിടെ ഒരു പത്രം വെച്ചിട്ട് അവന്റെ കുറിച്ച് പോയിരുന്നു അമ്മ. ചുമന്ന വെന്തിയും അല്ല മഞ്ഞ വെന്തിയും തീമഞ്ഞ വെന്തി. ഇത് ഡാലിയ. ജമന്തി. ഇത് കാണിച്ചാലേ അറിയത്തുള്ളൂ. ഇത് ചമ്മന്തി. അവനത് അവിടെ നശിപ്പിച്ചേക്കുന്നു. അങ്ങോട്ട് ദൈവമേ അവന്റെ ഒരു സന്തോഷം നോക്കി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ മൈക്കിളെ. ഇത് എവിടെ നിന്ന് ചെയ്തോ? വാ. പൂച്ച ഉണ്ടല്ലോടാ. അറിയത്തില്ല, അതിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഒരു കൊല്ലം കഴിയുമ്പോ നേഴ്സറി പോകേണ്ട കൊച്ചാണ്. പപ്പ ചെയ്യുന്ന പോലെ ചെയ്തേ. പപ്പ ചെയ്യുന്ന പോലെ പപ്പ ചെയ്യുന്ന പോലെ ഇത് നോക്കിയേ. ഇങ്ങനെ ചെയ്തേ. ഇത് മമ്മി അവനെ പറിച്ചിട്ട് മൊത്തം ഇതിലേക്ക് ആക്കിയ മമ്മി ചോപ്പ് ചെയ്യും കേട്ടോ. നശിപ്പിക്കാം എന്നുള്ള റിസർച്ചിങ്ങിലാണ് ആശാൻ അവിടെ നിന്ന് കുറെ ചെയ്തു. ഇവിടെ നോക്കാൻ കേട്ടോ, ഇതിനകത്ത് പുഴുണ്ട് കേട്ടോ. നല്ല ചോച്ചിലായിരിക്കും. ഞാൻ സഹായിക്കുന്നതല്ലേ, അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ അവൻ ക്രമീകരിക്കും കേട്ടോ. നീ കളയല്ലേ കേട്ടോ. അതേ സമയത്ത് അമ്മ അവിടെ റോസാപ്പൂ അരിഞ്ഞരിഞ്ഞ് തള്ളു കേട്ടോ. അതേ സമയത്ത് പിന്നെ 2 രൂപ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന 1000 രൂപ അതെനിക്ക് കിട്ടും. നമ്മൾ അങ്ങനെയാണ് ലാസ്റ്റ് ഫസ്റ്റ് അല്ലേ. ഗൈസ് എന്റെ കൂട്ടുകാരൻ ഇവിടെ വെള്ളപ്പൂ, അതിന്റെ പേരെന്നാ സെവിനെ? മുല്ലയല്ല, ഇത് ഈ വെള്ള ജമന്തിപ്പൂ സെബിൻ ഇവിടെ റെഡിയാക്കണം. ലിബി ഇവിടെ വയലറ്റ്, ഞാനിവിടെ വയലറ്റ്. എന്റെ മകൻ മൈക്കിൾ ഇവിടെ ഈ കാണുന്ന ചുമന്ന ജമന്തിപ്പൂവ് നശിപ്പിക്കുകയാണ്. ഓറഞ്ച് സോറി, ചെട്ടുമല്ലി. മമ്മി അവിടെ റോസാപ്പൂ ഏകദേശം ലെവലായിക്കൊണ്ട് വന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടികൾ ചെയ്തോണ്ടിരിക്കണം. മൈക്കിള് ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളയുക. എടി അവനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ മൈക്കിളും ചെയ്യുന്നുണ്ട് കേട്ടോ. നേരം വരെ മൈക്കിളായിരുന്നു കേട്ടോ. ഇപ്പൊ അത്
കോഴിയും കൂടി ആയപ്പോ സന്തോഷമായി കൊത്തി തിന്നാൻ വേണ്ടി. സാദുഷ്ടമായ നാടൻ കറി ഇവിടെ സെബിന് വെള്ളപ്പൂ റെഡിയാക്കുന്നുണ്ട്. മമ്മി ഇവിടെ ഏകദേശം ആണോ? കൈസ് നോക്കൂ, അതായത് ഇവിടെ റോസാപ്പൂ മമ്മി റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വയ്യ എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയാടി. എന്റെ പൊന്നെ, മൈക്കിൾ ഇവിടെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ എടുക്കാൻ നേരത്ത് അവൻ അനങ്ങാതിരിക്കുവാണ്. വീഡിയോ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അനങ്ങല്ല, അല്ലാത്ത സമയത്ത് അവൻ എല്ലാം നശിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ മുഖം നോക്കിയിരിക്കുന്നത് പനിയാട്ടോ, ചെറിയൊരു അയ്യോ എല്ലാം നശിപ്പിച്ചേ. ഇവിടെ സർക്കസ് അടുത്ത പിന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടി വരും കേട്ടോ. അതായത് അടുത്ത പൂ നശിപ്പിക്കാൻ വേണ്ടി മൈക്കിൾ റെഡിയായി നിൽക്കുകയാണ്. ഇത്രയും നേരം വരെ ചെറിയ മഴച്ചാറുണ്ടായിരുന്നാലും ഇപ്പൊ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആയിട്ടോ. ഏതാണ്ട് ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും നമ്മളൊരു അത്തപ്പൂക്കൾ ഇട്ട് വരുമ്പോൾ. കുറച്ച് പൂ മേടിച്ചാൽ ചെറിയ പൂക്കൾ ഇട്ടാ മതി. നല്ല സെവിനെ അല്ലേ? എന്നെ കൊണ്ടാവും തോന്നുന്നില്ല കേട്ടോ. പുറമാനെടുക്കുന്നു എല്ലാം വാരി എറിയും കേട്ടോ മൈക്കിൾ. അതാണ് എനിക്കൊരു പേടി. നോക്കിയേ, ഇത് അടുത്ത സർക്കസിന് മഞ്ഞപ്പൂവിന്റെ അവിടെ എത്തി കേട്ടോ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേറി അങ്ങനെയൊന്നും പറയല്ലേ. പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേറി മൈക്കിൾ തുടങ്ങിയിരിക്കുകയാണ്. മൈക്കിളോ മൈക്കിളിനോ ഇന്ന് ഒറ്റ കളറുള്ള അത്തപ്പൂക്കളായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ബേസിക്കലി എല്ലാരും പെട്ടു. ഇത്ര വലിയ പണി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പൂ തീരുന്നില്ല കേട്ടോ. അയ്യോ മൈക്കിളി വലിയ വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്നു. ഇനിയും സംഭവങ്ങള് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി അത് ആക്കാനുണ്ട്, ഇതാക്കാനുണ്ട്, പിന്നെ വേറെ 2 കളർ ഇനിയുണ്ട്. അതെ, സ്വർണ്ണ പതക്കം അല്ലേടാ സെവിനെ? പൂവെല്ലാം സ്കൂളിൽ അങ്ങോട്ടെങ്ങാനും നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റാട്ടോ. ദൈവമേ, കാറ്റിങ്ങനെ കൂടണം. ഞങ്ങൾ പൂ തെറിച്ചുള്ള സാധ്യതയുണ്ട്. ഇനി ഉള്ളി കണ്ടുവരും കേട്ടോ അല്ലേ? പരിപാടി പാളി. ഒറ്റ കാറ്റ് വന്നു കഴിഞ്ഞാ ദൈവമേ, ഒറ്റ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൂവെല്ലാം കൂടെ തെറിച്ചു പോകും കേട്ടോ. മമ്മി ഇരിക്കാൻ വേണ്ടി കസേര കൊണ്ടുവന്നേ. മൈക്കിൾ ആ കസേര എടുത്തു കേട്ടോ. അപ്പൊ ആ മമ്മി വീണ്ടും തറയും. ബൈബ് ഇല്ലാതിരിക്കും കേട്ടോ. ബൈബ് വേണോ? അതിനാ നീയല്ലേ പറഞ്ഞത് കൂടുതൽ വേണോന്ന്? ഇത് കൊച്ചിരിക്കുന്ന നോക്കിയേ, അവന് തന്നെ നാണം വന്നു. മൈക്കിളിന് ചിരിയാ? എന്നെ മൈക്കിളാ. പരിപാടി പാലട്ടോ. മഴ പെയ്തു, നല്ല രീതിയിലുള്ള മഴ പെയ്തു. എറിച്ചിലടിച്ച പണി പാളും. അപ്പൊ ഇവിടുത്തെ പൂ മാറ്റണുണ്ടോ ലിബിനെ? നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമില്ല, അവിടെയും കുഴപ്പമില്ല കേട്ടോ. ആരാ പറഞ്ഞ മൈക്കിളാ? കാർമോനെ, എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? സെവിൻ ഒരു ട്രിപ്പ് കഴിഞ്ഞു. മമ്മി ഇതാ റോസാപ്പൂ മൊത്തം തൂർത്തു കേട്ടോ. മമ്മി അടുത്തതിൻ്റെ അകത്ത് ഈ ചുമന്ന കളർ കേട്ടോ. പിന്നെ ഈ വാടാമൂല്യം കൂടെ ഉള്ളു പരിപാടി കഴിഞ്ഞു. പിന്നെ മഞ്ഞയും കൂടെ. അബ്രാമിയുടെ ഏകദേശം ഇപ്പം തീരും തോന്നുന്നില്ല കേട്ടോ, സമയം എടുക്കും. നീ അവിടെ വിരിച്ചാ ഉള്ളി കൊണ്ട് വിരിച്ചോ? നല്ല രീതിയിൽ എറിച്ചിലടിക്കുന്നുണ്ടോ. മഴ വളരെ ശക്തമായ മഴ കേട്ടോ. ഇതിനകത്ത് ഏറ്റവും സ്പീഡ് എനിക്ക് തോന്നി ഇപ്പൊ അമ്മയാണ് കേട്ടോ. ചുമപ്പായിട്ടോ. ഞാൻ മഞ്ഞ അനങ്ങുന്നില്ല. അപ്പൊ മഞ്ഞ കൂടെ അനക്കി കഴിഞ്ഞാല് ഇത് 5 കിലോ അതും 5 കിലോ അല്ലേ ലിവിനെ? അതും 5 ഇതും 5 അല്ലേ? അത് പകുതി. വെള്ളം ഏകദേശം തീരാറായിട്ടോ. അവന് കിക്കാറ്റ്. ആരാംസേ എന്താടാ
അമ്മ ഇത്ര നിൽക്കുമല്ലായിരുന്നോ? ഇത് എന്ത് പറ്റി? ആ നീല പൂക്കളൊക്കെ ഏകദേശം നമ്മൾ ഒതുക്കി. ഇനിയിപ്പോ ഇവിടെ വെള്ളപ്പൂണ്ട്, പിന്നെ അതേപോലെ ഇവിടെ ജമന്തി, പിന്നെ ഈ ഒരു ചുമന്ന പൂ റെഡിയാക്കി എടുക്കാം. ആ പൂ ശരിയല്ലേ ഏതാ? അത് നമ്മൾ റിട്ടേൺ കൊടുക്കാൻ. പക്ഷെ 150 രൂപയുടെ പൂവുള്ളൂ. അവിടെ വരെ പോണ എണ്ണ അടിക്കുന്നു. നോക്കൂ, അതായത് മൈക്കിൾ ഭയങ്കര അലമ്പായി കേട്ടോ. അവന് കാർട്ടൂൺ വെച്ചു അവനെ ഇവിടെ ഇരുത്തി. ആഹാ, ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. അതേ സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത പൂക്കൾ നമ്മൾ ഇതേപോലെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ലെവലാക്കി വെച്ചു കേട്ടോ. അതായത് ഇത്രയും നേരം വരെ നല്ല മഴ ഉണ്ടായിരുന്ന കാലാവസ്ഥ മാറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലായിട്ടോ. അതിനാ എന്നാ ഇവിടെ ഇടാ പിന്നെ അല്ലേ കോഴിയമ്മ. നമ്മുടെ പൂപ്പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പം അല്ലേ, ഇനി നിസാര പൂക്കളേ ഉള്ളൂ. ഇത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇവിടെ വേണം നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടി. എന്നാ ബിരാമി പറഞ്ഞു തന്നെ? ഓ 3 മണി. ഏതാനും മിനിറ്റുകളിൽ ബാക്കി പരിപാടികൾ ചെയ്യണം. വാ, ഇനിയിപ്പം ഞങ്ങൾ റെഡിയാക്കിയ പൂക്കളൊക്കെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത്രയും പൂക്കൾ നമ്മൾ റെഡിയാക്കി ഇത് ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങളിൽ അത്തപ്പൂക്കൾ ഇടാനുള്ള പരിപാടിയാണ്. ഈ കാണുന്ന പൂ മാത്രം ഞങ്ങൾ ഉപേക്ഷിച്ചു കേട്ടോ, കാരണം ഇത് മൊത്തം ചീഞ്ഞതായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് പരിപാടി നടക്കൂല കേട്ടോ. അത് വാടാമില്ലേ വാടിയ നോക്കൂ, അഭിരാമി ഇതേ സമയത്ത് അവിടെ വൃത്തിയാക്കുകയാണ്. ഇനി ഇത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമ്മളിവിടെ വരയ്ക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഇങ്ങോട്ടാക്കി. ഇതെല്ലാം ഇനി ഓരോ ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇനിയിപ്പം വേസ്റ്റ് കൊണ്ടിടുക കേട്ടോ. ആ നൂലും അതേപോലെ തന്നെ ചോക്കും, ആ ചോക്കും കൊണ്ടാണ് നമ്മൾ ഇനിയിപ്പം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. റൗണ്ട് കിട്ടൂലടി, ഇല്ലടി കയറ്റി വെക്കണം. മായ്ക്കടി എവിടെ കിട്ടാൻ? ആ റൗണ്ട് അവിടെ പോകുന്നതെന്ന് നോക്കിയോ. ഇത്ര നേരം വരെ വലിയ വെയിലില്ലായിരുന്നു, ഇപ്പം വെയിലൊക്കെ ആയിട്ടോ. ഇടയ്ക്ക് മഴ വരും പോകും, ഇത് തന്നെ പരിപാടി. ഞാൻ ചോക്ക് മേടിച്ചായിരുന്നു, പല കളറുള്ള ചോക്ക് മേടിച്ചു. അപ്പോൾ ഏതാണോ ഈ ടൈൽസിന് പറ്റുന്ന ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാമല്ലോ. നോക്കൂ, വട്ടം ആയി കേട്ടോ. പക്ഷെ ഫിനിഷിങ് ആയില്ലടാ, ഫിനിഷ് ചെയ്യാനൂടാ. നമ്മൾ ഇടുന്ന ഏതാ രീതി എന്നുള്ളത് എന്തിയെ? ഫോട്ടോ ഫോട്ടോ ഇല്ലേ ലിബി? ഇവിടുന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ തന്ത രാവിലെ മുങ്ങിയതാട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നൈസായിട്ട് കയറി വരുവാ. ഏത് അത്തപ്പൂക്കളം വരയ്ക്കാൻ എല്ലാരും പൊട്ടന്മാരാ. അതിനനുസരിച്ചുള്ള സാധനം ഉണ്ടാക്കും. അതെ, സെബിൻ പൂവിനുള്ളിൽ ക്ഷീണിച്ചു പോയി കേട്ടോ. ഉയ്യോ, മടുത്തു പോയി അവൻ. ഇനിയിപ്പോൾ അടുത്തൊരു റൗണ്ട് ഉള്ളി വരയ്ക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അവസാനം അഭിപ്രായം പറയാനായിട്ട് ആളെത്തി. എനിക്ക് ഒരു മുരിങ്ങയ്ക്ക് 2 തക്കാളി 2 ലേസും കൊച്ചിനുള്ള ലേസായിട്ട് പുള്ളിക്കാരൻ വന്നോ അറുന്നൂറ് ഇറങ്ങി കേട്ടോ. വരയ്ക്കിറങ്ങി. അത് വരയ്ക്കപ്പാ. സ്വർണ്ണം പതക്കം. ഇത് പിടിച്ചേ ഇങ്ങോട്ടാ. നീ എന്റെ അപ്പന് ഞാൻ സ്വർണ്ണം കൊടുക്കട്ടെ. നീ ഇത് പിടിച്ചേ. ഇങ്ങോട്ട് അമ്മ ഇങ്ങ് വാ. അപ്പനെ ഇങ്ങോട്ട് സർപ്രൈസ്. പുള്ളിവാറൊന്നുമല്ല. ഇവിടെ നിൽക്കേ അപ്പനോട് നിൽക്കേ അമ്മ ഇങ്ങ് വാ. അങ്ങോട്ട് വാ. അവിടെ നിന്ന് മൊറൊന്നും പിടിക്കണ്ട. സർപ്രൈസ്. ഞങ്ങൾ ഇന്ന് എന്താ ഇട്ടിക്ക് പോയത്? കണ്ണടക്കണേ. അപ്പൊ കൈയൊക്കെ സ്വർഗസ്നായ പിതാവല്ലോ. കണ്ണടച്ചോ? പതക്കം. അതല്ല. അപ്പൊ എനിക്ക് അന്നപ്പോഴാ അറിയായിരുന്നു. ഇത് എനിക്ക് അപ്പൊ 85 രൂപ കിലോ ലാഭമുള്ള സാധനം കിട്ടൂല. 85 രൂപ കേട്ടോ. ഞാൻ ഒരു സമ്മാനം ഞങ്ങളുടെ വീട്ടിൽ നോക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ മെഡലുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ മേടിക്കണം. സ്വന്തമായിട്ടില്ല, ഓട്ട മത്സരത്തിൽ കസാര കളിക്കുന്നവരെ തള്ളിയിട്ട് അമ്മ മേടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. 85 രൂപയ്ക്ക് ഇതിൽ നല്ല കമ്പ് വെക്കണം. അതാ അമ്മ അത് ആക്കി വെച്ച അതിനകത്ത് അടിച്ചു വരി കഴിഞ്ഞാൽ അത് പോകൂല്ലേ അമ്മ? ആ ഗൈസ് നോക്കൂ, ഇത് വരച്ചോണ്ടിരിക്കട്ടോ ഓരോന്നായിട്ട്. ഇനിയും ഡിസൈനുകൾ വരയ്ക്കാനുണ്ട് കേട്ടോ.
ഞാൻ ഒരു ഡിസൈൻ അടിക്കട്ടെ പിന്നെ. ആദ്യം വേറൊരു ഡിസൈൻ ആയിരുന്നേ, ഇപ്പൊ ഡിസൈൻ മാറ്റി വേറൊരു ഡിസൈനിലേക്ക് വന്നു കേട്ടോ. ഇതാണ് തടിക്ക് കേടിണ്ടാവൂല. ഗൈസ് വണ്ടിയുടെ ഏരിയയിലാട്ടോ ഞങ്ങളുടെ, അത് വെച്ചാണ് ഓരോ ഡിസൈനുകൾ ഞങ്ങൾ വരയ്ക്കുന്നത്. ദിസ് ഈസ് ദ വെരി ഹ്യൂജ് ബിഗ് ആൻഡ് വെരി 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 ആറ്റപ്പൂക്കൾ. ഫാന്റാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് ആൻഡ് കൊച്ചു വരുന്നോടും വരെ നന്നായിരിക്കും. കൊച്ചു വന്നു കഴിഞ്ഞാൽ കുറെ അഭിപ്രായം മതി. ഇതുണ്ടോ, ഇതൊരു അഭിപ്രായം കേട്ടോ, ഇതൊരു അഭിപ്രായം. ഇത് വലിയ അഭിപ്രായം ഒന്നും ഇല്ലാത്ത പറയാ. ഇതും പ്രത്യേകിച്ച് അതെ. അപ്പൊ തുടങ്ങാം, ഞങ്ങൾ വരച്ചു കേൾക്കട്ടെ കേട്ടോ. ആരാ? അയ്യോട്ടാ, കൊച്ചു വരുമ്പോ എല്ലാത്തിന്റെ അത് ശരിയാട്ടോ. കൊച്ചിനെങ്കിൽ നമ്മൾ പരിപാടി കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞങ്ങൾ കാര്യം തീരുമാനിച്ചു, ഒരു ഡിസൈൻ കണ്ടുപിടിച്ചു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഫൈനലിലെത്തി. അതുകൊണ്ട് നമ്മൾ തടിക്കും നല്ലതാണ്, എല്ലാത്തിനും നന്നായിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കണ്ടുപിടിച്ചു അല്ലേ പിന്നെ. ഈ ഡിസൈനെ കുറിച്ച് പറയുവാണെങ്കിൽ കുളാനിൽ കാലം തൊട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് അഭിരാമിയാണ് ഇത് കണ്ടുപിടിച്ചത്. കൂടുതൽ എബിനും ഉണ്ട്, അടിമപ്പണിയനായ എബിനും ഉണ്ട്. എന്ത് പറയാനുണ്ട് സെബിനെ? എന്നാ അമ്മയ്ക്ക് പറയാനുള്ളത്? അഭിരാമിക്ക് പറയാനുള്ളത് പിടിക്കാനാണ്. നമ്മള് ഡിസൈൻ മാറ്റി കേട്ടോ, വേറെ ഡിസൈൻ വരച്ചു. പട്ടപ്പട്ടായ പട്ടപ്പട്ടായ എന്നുള്ള പരിപാടി കേട്ടോ. ഏകദേശം എത്തിപ്പെട്ടി. ഇനി ഉണ്ടോ വരച്ച് പൂർത്തിയായി പറഞ്ഞോളൂ, എന്നാൽ ഇത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മുടെ 6 കളർ ഉണ്ടല്ലോ. നോക്കൂ, അതായത് പൂക്കളൊക്കെ ഏകദേശം നമ്മൾ അടുപ്പിച്ചു. ഇവിടെ ജമന്തി അതുപോലെ സാധനങ്ങൾ. ബാക്കിയുള്ള പൂ എടുക്കുക, അവിടുന്ന് പൂ അടുപ്പിക്കുക. സെബിനെ വരൂ, സെബിനെ തട്ടില്ല ചവിട്ടില്ല. പൂ എടുക്ക അഭിരാമി. അഭിരാമി കുറച്ചു മുമ്പ് പിണങ്ങി പോയതാട്ടോ. പൂ എടുക്ക. അമ്മ തുള്ളിച്ചാടി പോന്നു. മഞ്ഞൾ ചാണ്ട് അത് പോന്നു. എടി താഴെ പോ, ഉറപ്പാട്ടോ താഴെ പോവാ. അഭിരാമി തമാശയില്ല, താഴെ പോവും. ഗൈസ് ഓരോ പൂക്കളായിട്ട് ഗൈസ് ഓരോന്നായിട്ട് എടുത്തു. അമ്മ ശ്രദ്ധിക്കണേ. ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുവാണ്. ഇവിടെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പൊ കട്ടിക്കിടണേ, പൂ ഭയങ്കരമായിട്ട് ബാക്കി വരും. പപ്പ ഗൈസ് ഓരോന്നായിട്ട് എടുക്കട്ടെ കേട്ടോ. നമുക്ക് ഏതൊക്കെ കളറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര കളറുകളുണ്ട് കേട്ടോ. ഏത് റൗണ്ടിനോ? പപ്പ ഇത്രയും തിക്നെസ് ഒന്നും പോരാ, ഇതില് നന്നായിട്ട് ഇടണം പപ്പ. എടി ഇട്ട് തുടങ്ങണി, കേറി ഇടറി. ഇടുക എന്നുള്ളതൊരു വലിയ ചടങ്ങ് കേട്ടോ. ഈ കളറ് കറക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ അത്തപ്പൂക്കളം കോളമായി പോട്ടോ. അതിനാ ഈ സെബിനൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറ്റിച്ചിരിക്കുന്ന പിരിവും കൊണ്ട് പോകും പൂ മേടിക്കാൻ. കാളൻ 500-200 ഇവൻ അടിച്ചു മാറ്റും. സത്യല്ലേ ഞാൻ പറഞ്ഞേ? 5000 രൂപയുടെ പൂവ് 3000 രൂപ എണ്ണ അടിച്ച് ബാംഗ്ലൂർ പോകും. 2000 രൂപയുടെ പൂവ്. അതെ ഗൈസ്, ഇവൻ പേട്ടയ്ക്ക് പോയിട്ടുണ്ട് പൂ മേടിക്കാൻ. ഓരോരുത്തർ മമ്മി ഒരു പണിയമ്മ മഞ്ഞ കളർ ഇതിന്റെ ഉള്ളിട്. അരെ സെവിനെ മഞ്ഞ ഇടാ. ആ പൂവിന് മഞ്ഞ കൊടുക്കുവപ്പേ. അതിനാ സെവിനും പപ്പയും കൂടെ വരച്ച പോടി. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്തപ്പൂക്കൾ. അതിന് മത്സരം ഇല്ലല്ലോ. വെള്ളം ഇത്രയും പൂക്കൾ ഇടാനുള്ള കളവില്ല കേട്ടോ അപ്പ. ഇത്രയും പൂക്കളും അല്ലല്ല വഴിയുണ്ട്. നീ അതൊന്നും പറയണ്ട. ഇതിന് അവസാനം റൗണ്ട് അങ്ങോട്ട് ഇട്ടു. അതല്ല സെബിനെ ഇന്ന് ഒതുക്കിയിട്ട് റൗണ്ട് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. പൈസ ഏകദേശം നമ്മൾ ഇട്ടിട്ട് വരും. സെബിനെ ഇട്ടോ സെബിനെ. ഗൈസ് അപ്പനൊക്കെ തിരിങ്ങൽ കിടക്കുന്ന പോലെ കിടന്നായിരുന്നു കേട്ടോ. ഗൈസ് വേറെ കാര്യമുണ്ട് കേട്ടോ. പൂ ഏകദേശം ബാക്കി വരുമെന്ന് ഉറപ്പായി. നീ കൂടെ ഇറങ്ങണം. നടുക്കോട്ടെ ഇറങ്ങാം. എന്നാ കൊട്ട അവനെടുത്തോ. അപ്പൊ
ആ കുട്ടി അവന് കൊടുക്കാം, സെബിനോട്. അത് കുഴപ്പമില്ല, നീയും കൂടെ ഇറങ്ങും. നമുക്ക് പടാപ്പടാന്നുള്ള പരിപാടി ആയിരിക്കണം. ഫട്ടാഫട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണം പായസമുള്ള ഒരു കളി സെബിനെ ചോദിച്ചിട്ടോ. മജന്ത ഉണ്ടോ? മജന്ത കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. പൂ ഇഷ്ടം പോലെ ബാക്കിയാ. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ആര് ഞാൻ പറഞ്ഞ അട്ടെ നല്ല 2 കിലോ വെച്ച് വാങ്ങിയാൽ മതിയായിരുന്നു. ഒരാളെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടാകും അനുസരിക്കണം. സെബിന അനുസരിക്കാൻ പക്ഷെ ഒരു കേസ് വേണ്ടേ? അപ്പൊ ബാക്കിയുള്ള ആർക്കിനും വേണമെന്നില്ല പൊളിച്ചത്. എവിടെ ഇടുവാ? മുറ്റത്ത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ സക്സസ് ആവുന്നു. എന്റെ മൊത്തത്തിൽ കിടപ്പാണ് കേട്ടോ. സാറിനോട് വിളിച്ചു നാളെ പള്ളിപ്പുറത്തി മത്സരമാ. ഗൈസ് എന്തായാലും പൂക്കള് ബാക്കി വരും കേട്ടോ, ഉറപ്പായ കാര്യമാണ്. അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ, അല്ല കുഴപ്പം. എബിനെ നമുക്കൊരു കേസ് ചെയ്താലോ? വെള്ളം നിനക്ക് എവിടെ കൊണ്ടുവിടും? ഇപ്പൊ എന്താ ചെയ്യും? പൂ ആക്കിയിരുന്നേ 2 കളർ പൂ മതിയായിരുന്നു സെബിനെ. രണ്ടൊന്നും പറ്റൂല, 3-4 എണ്ണം, 7 എണ്ണം, 7 കളർ. ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ ഇങ്ങനെ കാട്ടിക്കിടക്ക് പോയി പൂ പറിച്ചിട്ട് വരും. 5000 പൂ 5000 അതിങ്ങോട്ട് മാറ്റി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് മിക്കാറും വരും കേട്ടോ. ഓണത്തല്ലേ? ഇഷ്ടമുള്ള പൂവിന്റെ നാളെ ചുമല പിന്നെ വൈകിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത്. ഏകദേശം കഴിയാനായല്ലേ? അബ്രാമി വലിയ പൂവുണ്ട്, നമുക്കൊന്ന് സെൻട്രൽ ഹാളിൽ ഒരു വലിയ ഒരെണ്ണം ഇട്ടാലോ? ഇല്ല. അപ്പൊ ആരൊക്കെ കൂടും? നമുക്ക് എവിടെയാ കളഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ കൂടെ. ആ ചോമ്പ് താഴെ പോലെ ഈ ചോമ്പ് കൂടെ എടുത്തവനെ ചോമ്പ് അങ്ങോട്ട് മാറ്റുക. കറക്റ്റ് ചെയ്യോ? അപ്പൊ മര്യാദ നിങ്ങളൊരു അക്ഷരം വേണ്ടി ഞാൻ വിട്ടിട്ട് പാട്ട് പിടിക്കണോ? ഏതാമ? അപ്പൊ അത് കറക്റ്റ് അങ്ങോട്ട് ഇടും. സെവനെ അതോ ഇതിന്റെ വാരി ഇടും. പല്ലൊന്നുമില്ല, ബാക്കി കൂടെ തെറിച്ചു പോകും. എവിടെ ആ ഷേപ്പ് നമുക്ക് കറക്റ്റാക്കാനേ? ഇട്ട് തീർക്ക്, ഇട്ട് തുറക്ക്. സെവനെ അതിങ്ങനെ കറക്റ്റ് ചെയ്യും. അല്ല അവസാനം കറക്റ്റ് വൈലറ്റ് എത്തൂലടി. ഓണത്തല്ലൊക്കെ തുടങ്ങി കേട്ടോ. അപ്പന്റെ കാലിന് സെബിന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു. അമ്മ വൈലറ്റ് പൂ തീർന്നു. വൈകിട്ട് ഇഷ്ടം പോലെ ഉള്ളിലുണ്ട്. മറ്റേ പൂ മിസ്സാകാൻ നോക്കാം അവിടെ. അല്ല ഇത് വെള്ളേ ഈക്വൽ പാരലിൽ റൗണ്ടിൽ ഇട്ടു വേണ്ടതേ. നടുക്കപ്പം അഭിരാമി നീ നടുക്കിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് നടുക്ക് പിന്നെ അത് ഇടുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ആയി വന്നു പെട്ടെന്ന് ഇങ്ങോട്ടല്ലേ കറുത്തു കൂടാ പൂവല്ലേ? അപ്പൊ അവിടെ എത്തി. അപ്പൊ ചെറുതായിട്ട് ഇച്ചിരി വലുതായിക്കോ, വലുതായിക്കോ. അവിടെ അവിടെ ഇച്ചിരി വലുതായിക്കോ, എവിടെ ഇച്ചിരി വലുതായിക്കോ. ആ അത് തന്നെ ഇച്ചിരി വലിപ്പം ലെങ്ത് തൊട്ടെ. അഭിരാമി അവിടെ നമ്മുടെ കറക്റ്റ് അവിടെ ബാക്കിയുണ്ട്. അത് ക്യാപ്പിൽ ഇട്ടോ. സെബിനെ പൂ വരട്ടെ, പൂ വരട്ടെ. സെബിനെ പൂ വരട്ടെ. സമയം 4. കറക്റ്റ് നമ്മൾ കാരണവന്മാരെ പോലെ ആയിരിക്കണം എല്ലാ കാര്യത്തിലും. സെബിനെ പൂ വരട്ടെ, പൂ വരട്ടെ. നീ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കളത്തിലേക്ക് ഇട്ടേ. ഈ കോളത്തിലല്ല, ഈ കളത്തില്. അവിടെ നീ ഇവിടെ ഇട്ടോ. അപ്പൊ അവിടെ ഇത്ര കട്ടി ഉള്ളാണ്. ആ കട്ടി എത്ര പറ്റില്ല. അവിടെ ഇട, അവിടെ ഇട. അപ്പൊ ആ ബേക്കില് അപ്പൊ അവിടെ ഇടാം. ഇട്ടോ നീ ഇട്ടോ. അതില്ല വെള്ളം എടുക്കാം.
അല്ലെങ്കിൽ അത് ഇടയ്ക്ക് കയറി ഗ്യാപ്പിടാണ്ട് പൊരിച്ചോട്ടി കയറേണ്ടി അല്ല, ആ ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പിൽ ഇടായിരുന്നാ മതി. ഒരു ഗ്യാപ്പിൽ മാത്രം ഇടായിരുന്നാ മതി. നീ എന്റെ പണി എടുക്കണ്ട, ഞാൻ എന്റെ പണി എടുത്തോളാം. നീ നിന്റെ പണി എടുക്ക. എന്നിട്ട് പണി അറിയാമോ? താളവടി. എല്ലായിടത്തും ഒരു കാരണവന്മാര് വേണം കാര്യങ്ങൾ ചെയ്യാൻ. സമയം 4:00. എബി പുതിയ വാച്ച് എടുത്തിട്ടാ 10 പ്രാവശ്യം ഒരു ദിവസം സമയം ചോദിക്കുന്നുണ്ട്. 4:00. കല്യാണ വീട്ടിലെ അമ്മമാരെ പോലെയാ, അതിനാ തള്ളു മാത്രമേ ഉള്ളൂ, കാര്യം നടക്കൂല. അല്ലേ? പൂ മിക്സ് ആയില്ലേ അമ്മ? നോക്കണേ, അമ്മയുടെ കൈ തട്ടിയാ വെള്ളപ്പൂ പോകരുത് കേട്ടോ. കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ ബി വായിലടിച്ച് ഞങ്ങളോട് പണിയെടുപ്പിച്ചു. ഇനിയിപ്പോ വീണ്ടും പണിയെടുപ്പിക്കും. ഇതിൽ എബിക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഗൈസ്. കോൺട്രിബ്യൂഷൻ മീൻസ് സെബിൻ നിനക്കാണ് കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ പോയി. ഏത് പോവാ? പൂവല്ല, നല്ല കസാല അല്ല മഞ്ഞപ്പൂണ്ട് അതിന്റെ കൂടെ. പൂവിളി പൂവിളി പൊന്നോണമായി അടുക്കാവുന്ന ഷീറ്റിക്ക് വീണക്കുന്നേ. അമ്മേനെ കൊണ്ട് അമ്മ അത് കളയും. അമ്മ ആ സൈഡിൽ ഇച്ചിരി വെള്ളം കൊണ്ട് അമ്മ അത് കറക്റ്റ് അമ്മ. അമ്മ എടുക്കമ്മേ. പോയത് എടുക്കാതെ സ്വർണ്ണ പതക്കം വെക്കണം. ഇത് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാണല്ലോ സ്വർണം പതക്കം വേണ്ട, ഒരു മുക്കാ മമ്മി പരമാല ഇട്ടു. ഞാൻ കാണിച്ച പറയാൻ മറന്നു. വലിയ 850 രൂപയുടെ വലിയ മാല ഫുള്ള് ചൊറിഞ്ഞു പൊട്ടി. രോഗം മാറിയില്ലേ? സന്തോഷായി. ഓ ഗൈസ്, വേറെ കാര്യമല്ല, ഏകദേശം കഴിഞ്ഞ അവനെ ഏകദേശം നല്ല രസമുണ്ട് കേട്ടോ. ആയി വരുമ്പോഴത്തേനും ചിലർക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് ബുദ്ധിയില്ലാത്ത തെക്കേത്തരക്കാർക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. വടക്കേക്കരക്ക് കുഴപ്പമില്ല. മാക്സിമം 290 രൂപയുടെ ടീഷർട്ട് ഇട്ട് കളിക്കാം. അയ്യോ നല്ല പൂവാ അതിന്റെ അത് പോയെ. അങ്ങനെ അതല്ലോട്ട് ഇങ്ങോട്ട് കൊട്ടടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വിട്ടമ്മേ, തിരിച്ചു വിട്ട്. എന്റെ 300 രൂപയുടെ ഡ്രസ് ചീറ്റി. എനിക്ക് അടുത്ത 350 രൂപ വേണം. മൊത്തം കേടാ ഇത്. പൂവിന്റെ കറയാ അല്ലെന്നേ ഇത്. നേരാ ഫുള്ളും പൂവിന്റെ കറയാ. 350 രൂപ വേണം. ഞാൻ നല്ലൊരു കേസ് പറയാം. മൈക്കിൾ വരുന്നതിന് ഇപ്പഴത്തേക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ കേട്ടോ. മൈക്കിൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. മൈക്കിൽ വന്നിട്ട് വേണം. എനിക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ. അല്ലെന്നേ എന്റെ മോനെ ഇറക്കും ഞാൻ ഇതില്. അല്ല ഇത് കണ്ടോ സെബിനെ, നീ കറക്റ്റ് ഇട് സെബിനെ. ഇത് കണ്ടോ, ഇത് ഇതായിട്ട് മിക്സ് ആണ്. പെണ്ണുമ്പിള്ളേ മൊത്തം ഇതാ കൊണ്ട് ഇട്ടേ. ഇതിലെ പിന്നെ പോതാറയ്യാ. ശരിയാട്ടോ. എടി നീ കറക്റ്റ് ചെയ്ത്. സെബിന്റെ കല്യാണം കേട്ടോ അടുത്ത ആഴ്ച. എനിക്ക് അന്നത്തേക്കുള്ള ഇത് ഞാൻ കറക്റ്റ് ചെയ്യാം. അന്ന് ഞാൻ ലീഡ് ചെയ്യട്ടടാ. ഇവിടെയൊക്കെ ഇട്ട് സെബിൻ, ഇത് ഗ്യാപ്പ് കണ്ടില്ലേ? ഞാനല്ല മോനെ ഇതിട്ട്. എന്റെ ഏട്ട ക്ലിയർ, ഇത്രയും ക്ലിയർ ആയിട്ട് ആരും കിട്ടുന്നുണ്ടോ നോക്ക്. പപ്പ ഇത് എവിടെ ഇടാൻ പോകുന്നത്? പപ്പ അങ്ങനെ ഇതിൽ പപ്പ മിക്സ് ആവും. പപ്പ അതാ മിക്സ് ആയി. കൊച്ചിനെ നോക്കി ആരെങ്കിലും ഒച്ചാട്ടുണ്ടോ പപ്പ? അതാ അതിനാ പുതിയ സ്റ്റൈല്. പപ്പ അത് മിക്സ് പോയില്ല, ത്രികോണവും പോയി, എല്ലാം പോയി. നീന്റെ ഉള്ളില് കയറിയ പൂ കളത്തി ചവിട്ടിട്ടാണ് ഉള്ളില്. ഒരു കളി നടക്കില്ല. ഒരു കളി അവിടെ ഇടാ എന്റെ സെബിനെ. അത് കേറണ്ട അങ്ങട്. നീ നടുക്കിടോ, നടുക്കിട്ടോ. പൂവാക്കി ഒരു പൂവാക്കി. ഞാൻ 1000 വട്ടം പറഞ്ഞതാ. പൊന്നു മക്കളെ ഇത്ര മാങ്ങരുത്. അടുത്ത പൂക്കൾ അടുത്ത വർഷം എന്റെ പൂക്കളെ ഞാനിടും. അഭിരാമിയുടെ പൂക്കൾ നമുക്ക് ഉള്ളില്ല. നമുക്ക് ഇവിടെ ഈബിൾ ജെറ്റ് എന്നൊക്കെ എഴുതാടി. വേണ്ട ആവശ്യമില്ല. പപ്പ എവിടെയാ വെള്ളം ഇടാൻ പോകുന്നേ? മൊത്തമോ? നടുക്ക് ചുമപ്പ് പുറത്തൂടെ ബാക്കി ഇത്രയും പൂ തന്നെ ചെയ്യും. നമുക്ക് എടുത്ത് വെച്ചിട്ട് അപ്പൊ ഈ ചോമ്പോ ചോപ്പ് നടക്കുക. അല്ല അപ്പൊ ഞാൻ കേസ് പറയാം. പപ്പ ആ വെള്ളയില്ലേ ഒരു ചെറിയ റൗണ്ട് ഉള്ളിൽ കൂടെ കൊടുക്കും. ഒരു ചെറിയ റൗണ്ട് ഉണ്ട്, അതിന് മേളിൽ ചോമ്പിട്ടാ മതി. പൂ എടുത്ത് വെച്ചിട്ട് പൂ ഇരിക്കൂല എന്റെ സിസിലി. അവിടെ ബോർഡിൽ എഴുതി വെക്കാം. അവിടെ പൂ വിൽക്കാനുണ്ടോ? നാളത്തെ ആവശ്യം ആർക്കും വേണം. ആദായ വിൽപ്പന, അപ്പൊ കയ്യിൽ ഇങ്ങനെ പിടിക്കും പപ്പ, അല്ലെ പോവും പപ്പ. റൗണ്ട് സെബിനെ നീ നോക്കി നിൽക്കാതെ അടുത്ത പൂ എടുത്തിട്ട് കൂട്ടാ. മോനെ കണ്ടോട്ടെ ഇതെന്താ ചെയ്യുന്നതെന്ന്. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നടുക്ക് വെറും വെള്ളം. പപ്പ അത് വര പോലെ മതി പപ്പ, അത്രയൊന്നും വേണ്ട. അല്ല പൂ ഉപയോഗിച്ചോട്ടെ, പൂ ഇഷ്ടം പോലെ അല്ലേ പപ്പ വര പോലെ മതി പപ്പ. പൂക്കളെ നമ്മൾ വിചാരിച്ചാലും ഗംഭീരമായി കേട്ടോ. മമ്മി അത്ര വേണ്ട പപ്പ. കൊടുക്കും പൂക്കളം വന്നു വന്നപ്പോ രസമായല്ലേ അല്ലേ അഭിരാമി? എത്ര ഗംഭീരം. അത് പൂവിന്റെ ഭംഗിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവള് പിണങ്ങി പോയതാ guys. ഇവര് പേരാവരില്ലേ? സന്തോഷമായിടാ ഇവളുടെ സൗന്ദര്യം ഞാൻ വിളിച്ചു പറയും. ആരെ സൗന്ദര്യം? കൂട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ തൊള്ള
സൗന്ദര്യം പറഞ്ഞ് കൂട്ടാത്തളം മേടിച്ചിട്ട് വേണ ഞാനും ആദ്യമായിട്ട് കേൾക്കാം കൂട്ടാത്തളം എന്നാന്നൊക്കെ. ആ എന്നാ സാധനം നിനക്കറിയാമോ? കാശും മട്ടഞ്ഞ പോലെ വെളുക്കണമെന്ന് പറഞ്ഞ് തേച്ചാക്കോ എന്നൊക്കെ കോമഡി. പാടാന്ന് കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ഇപ്പൊ ഉള്ള ഏറ്റവും സുന്ദരം നീയാ. അതെ സെബിന. ഞാനുള്ളോട് എത്ര ചോദിച്ചറിയാം കൂട്ടാത്തോളം ഈ നടുക്കിന്റെ ചുവപ്പ് മാത്രോ? വരുന്നുണ്ട് അവരെ എനിക്കായില്ല. ഇപ്പൊ എന്താ സംഭവിച്ചേ? വെറുതെ കൈയടിച്ചതാ. അല്ല പിന്നെ നീ ഈ സമയം നീ ഇത് കണ്ടുകിടെ. നിക്ക് നടുക്കി കിടക്ക ആൾക്കാർ വേണ്ടേ? അതിന് അടുത്ത പൂക്കളം നമുക്ക് വേണ്ട. മിക്സായി പോകുന്നു പപ്പേ. നിലവിളക്ക് വെച്ചാലോ? ആ എന്നിട്ട് ആകെ അഭിരാമിനെ വീട്ടിൽ കയറ്റാൻ വേണ്ടി മേടിച്ചൊരു നിലവിളക്കേ വീട്ടിലുണ്ട്. അതിൽ പിന്നെ വീട്ടിൽ എടുത്തിട്ടില്ല. ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുത്തുവിളക്ക് ഇവിടെ കയറ്റുന്ന മെഴുകു തിരിയാല് വിളക്ക് കൊടുത്തില്ല. കേറിക്കൊടുന്ന് മേടിച്ചല്ലേ അതാ. ആണോ? നടുക്കൊരു ആ മെഴുതി ഒടിച്ചോളൂ ഞാൻ. നമുക്ക് നിലവിളക്ക് വെച്ചാൽ നടുക്കൊക്കെ ഒന്ന് പറയില്ലേ തവാങ്ങിയത് അല്ലല്ല, ഈ round. നിങ്ങളത് തവാങ്ങിയത് നിങ്ങൾ ഇടുന്നുണ്ടോ അഭിരാമി? നീ അവിടെ ഇടടി. അവിടെ പപ്പ കേറട്ടെ. മിക്സായി പോവാപ്പാ. ഞാൻ നടക്കല്ലേ നിൽക്കുന്നത്. നീ അവിടെ അതോ, ഇട്ടോ. ആ പൂവെല്ലാമായിട്ട് mix ആവും. സ്വർണത്തിന്റെ വിലയുള്ള റോസാപ്പൂവാ കേട്ടാ. എടാ പോകുന്നതാ നിന്റെ പോയി. അങ്ങനെയല്ലെന്നാ ആ. അറിഞ്ഞു കഴിയുമ്പോഴേ ചെറിയ കൊടുക്കണ്ടതാ. ഞാൻ അവിടെ കൊടുത്തോളാം. ഞാൻ ഇവിടെ തരട്ടെ? ഇങ്ങോട്ട് തരട്ടെ? ആ അങ്ങോട്ട് ഇട്. ആ ഇട്. നിക്കാത്തല്ലില്ലാണ്ടാവും. അല്ല നിന്നീന്ന് നമ്മുടെ ഉള്ളിലത്തെ വരവല്ലോ അഭിരാമി. ഇല്ല പപ്പ പപ്പ ഇനി അടുത്ത കളർ അതിന്റെ അതിൽ റൗണ്ട് ആയിട്ട് എല്ലാ റൗണ്ടും റൗണ്ട് ആയിട്ട് ഇട്ടാ മതി. മനോഹരമായിരിക്കും. ഇത് നീ ഇവിടെ ഇട്ട് ഞാൻ ചെയ്തോളാം. ഇത്ര ആൾക്കാരെ നമുക്കിത് ബാക്കിയും കൂടെ ആക്കാൻ അറിയാം. അതെ. ആ ആരും വേണ്ട. മൊത്തം നമ്മൾ മേൽ നോക്കാം. അല്ലെ പൂവരിയാ നേരത്തെ പെരുന്നോട്ടെ കാര്യം കണ്ടില്ല. കാര്യം നടക്കുന്നത് നമ്മുടെ ഇവനുടനെ കെട്ടിക്കാൻ പോവാണ് ഗൈസ്. പെണ്ണുങ്ങളാരെങ്കിലും നമ്മൾ രണ്ടും ലീഡിങ് കേട്ടോ. അമ്മയോട് പറഞ്ഞു അമ്മ വയറ് നിറച്ചപ്പോ കേട്ടോ. എങ്ങനെയാണ് വയറ് നിറച്ച് കേൾക്കുന്നത്. വലിയൊരു കോമഡി അറിയണോ? മമ്മീന്റെ നാരങ്ങളും കുടിച്ചോ. മമ്മിയുടെ അടിയിലെ പല്ല് അതിനകത്ത് പോയി. അവരെ പിടിച്ചാ കുളത്തി പിടിച്ചു. അല്ല ക്യാമറയുടെ അപ്പൊ എന്നപ്പോ കാണിച്ചേക്കുന്നത് നടുക്ക് വേറെ വേറെ കളർ ഇടും. 8 വലി വലിയോ? അങ്ങനെയാണ് നോക്കാൻ മതി. കുഞ്ഞിലേക്ക് കുത്തിയില്ലെന്ന് ആര് പറഞ്ഞു? ഏത് വേണ്ടേ? വിഷയം അറിയാം. പുള്ളി ഇത് ചെയ്തിട്ട് പൈസ കഴിക്കും. നല്ല വിഷയം. അപ്പൊ വെള്ളമാണ് ഇടുന്നത്. വെള്ളം ഇപ്പൊ ഇട്ടല്ലേ? അപ്പൊ അതൊരു മിക്സ് ആലു പപ്പ. വേറെ ഏതാ മഞ്ഞയുള്ളേ? വേറെ കളർ. നീല കുളമില്ല. വയലറ്റ് ഇടും പപ്പ. വയലറ്റ് ഇതുവരെ വയലറ്റ് അവിടെ എത്തിയിട്ടില്ല. വയലറ്റ് അപ്പൊ വയലറ്റ് ഇടും പപ്പ. ഓരോ കള്ളിയിൽ ഓരോ നിറം. വയലറ്റ് ഇടും പപ്പ. വയലറ്റ് ആ വയലറ്റ് ഇട്ടു. എടാ സെമിനെ ബാ പെട്ടെന്ന് വിളിച്ചോണ്ട കല്യാണം നടത്തിത്തരാം. ഇപ്പൊ മഴ നിലവിളക്ക് എടുക്കും. എടാ അടി 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 ഓടിക്കോ ഓടിക്കോ കണ്ടമ്പടി ഓടിക്കോ. കല്യാണം കുട്ടിക്കളിയല്ല. Guys, നമ്മുടെ പൂക്കൾ ഏകദേശം റെഡിയായി. ഇനിയും പണിയുണ്ട്. ഇനിയും കുറെ പൂക്കൾ ഇടാനുണ്ട്. അതെല്ലാം ഇട്ട് തീർക്കണം കേട്ടോ. താഴോട്ട് കളയോ? യെസ് ബേബി. ചെത്തി മന്ദാരം തുളസി ഗൈസ്, നമ്മള് നമ്മുടെ അത്തപ്പൂക്കളം ഒരിക്കലും തളരൂല. പൂക്കള് ബാക്കി നമ്മൾ വരുത്തില്ല. അതെ, മൊത്തം എക്സ്പാൻഡ് ഫുൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ വലുതാക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ സെല്ലർ പുള്ളി നോക്കിയപ്പോ ഇങ്ങനെ ഒരു ഓപ്ഷൻ കളറായിട്ട് സെവിനെ, നീ ഐഡിയ പറയടാ. നീയാണല്ലോ ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനാ റൗണ്ട് പോകും. റൗണ്ടല്ല. നമുക്ക് റൗണ്ട് വേണ്ട. വേണ്ട വേണ്ട. ശരി പൂക്കളെ റൗണ്ടി വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ശരി ശരി. എല്ലാം കുളമാക്കിട്ട് നൈസായിട്ട് പട്ടീനെ കൊണ്ട് മുഖം നോക്കിയേ. അതിനാ അമ്മ മമ്മി കോളമാക്കല്ലേ മമ്മി. അമ്മ അങ്ങനെ അല്ലടി, അവിടെ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക. അത് മമ്മി കൊണ്ടിട്ട് അത് വാരി എടുക്ക് ഒരു പത്രത്തിലേക്ക്. അല്ല മമ്മി, അത് വെള്ളം പാടില്ലേ മമ്മി. അവിടെ ഈ കളർ പറഞ്ഞു മമ്മി. ഫൈനലി അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം പൂർത്തിയായിരിക്കാണ്. നമ്മൾ അങ്ങനെ വലിയൊരു അത്തപ്പൂക്കളം ഇട്ടു. ഞങ്ങള് എത്ര നേരത്തെ നമ്മുടെ കഷ്ടപ്പാടാണ്. ഞാൻ എബിനും ഏകദേശം 2 മണിക്കൂർ തന്നെ ചെയ്ത് അവസാനം ക്രെഡിറ്റ് മൊത്തം വെള്ളം കൊണ്ട് എടുത്തു ഞങ്ങൾ അടിച്ചു മാറ്റി. അത് എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അത്തപ്പൂക്കളം ഇട്ട് ഓണമൊക്കെ ആഘോഷിക്കുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയങ്ങളിൽ യാത്രകളൊക്കെയാണ്. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു അത്തപ്പൂക്കൾ ഇടുന്നത്. നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ട് സ്ക്വയർ പോലത്തെ നല്ലൊരു അത്തപ്പൂക്കളം. ഒരിക്കലും ആരും കുറ്റം പറയില്ല. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാവരും എത്തി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ കാണുന്ന അത്തപ്പൂക്കളം ഇട്ടത്. അങ്ങനെ പരിപാടി എല്ലാം നമ്മൾ കണ്ടു അല്ലേ? ഇവരാരുമില്ല. മമ്മി കൈകൂപ്പുന്ന ഞാനും സെവിനും ഗൈസ്, നാളെ ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കും. നാളത്തെ ഞങ്ങള് ഓണക്കളികളും അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. സമീപ മതിയായില്ലേ ഗൈസ്? എന്റെ മൈക്കിൾ അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. നല്ല പാൻറ് ഇതൊക്കെ ഇട്ട് ചെറിയ പനിക്കോളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. അതിനുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.